നമസ്കാരം. റാഫ് ടോക്ക് മലയാളത്തിലേക്ക് അവർക്കും സ്വാഗതം. ISLൽ ഇന്ന് കേരള ബ്ലാസ്റ്റേഴ്സും നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡും തമ്മിലാണ് പോരാട്ടം. രാത്രി 7:30 ഗുവാഹട്ടിയിലാണ് മത്സരം നടക്കുന്നത്. ഈ മത്സരത്തിന് മുന്നോടിയായിട്ട് നമ്മൾ ചില ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സ്റ്റാറ്റിസ്റ്റിക്സുകൾ പരിശോധിക്കുകയാണ്. ഓരോ കളിക്ക് മുമ്പും അതുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ കൂടി അറിഞ്ഞിരുന്നാൽ കളി കാണുക എന്നുള്ളത് കൂടുതൽ ഇൻട്രസ്റ്റിംഗ് ആവും. അത് നമ്മൾ ഹെഡ് ടു ഹെഡ് ഒന്ന് പരിശോധിച്ചാൽ ബ്ലാസ്റ്റേഴ്സും നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡും തമ്മിൽ 20 മത്സരങ്ങളിൽ ഏറ്റുമുട്ടിയിട്ടുണ്ട് ഇതുവരെ. അതിൽ ബ്ലാസ്റ്റേഴ്സിനാണ് മുൻതൂക്കം. 8 വിജയങ്ങൾ ബ്ലാസ്റ്റേഴ്സ് നേടിയപ്പോൾ 5 വിജയങ്ങളാണ് നോർത്ത് ഈസ്റ്റ് നേടിയത്. നേരെ തിരിച്ചു പരാജയങ്ങളുടെ കണക്ക് നോക്കിയാൽ ബ്ലാസ്റ്റേഴ്സ് 5 തോറ്റു, നോർത്ത് ഈസ്റ്റ് 8 തോറ്റു. 7 മത്സരങ്ങൾ സമനിലയിലാണ് അവസാനിച്ചത്. 22 ഗോളുകളാണ് നോർത്ത് ഈസ്റ്റിൻ്റെ വലയിലേക്ക് കേരള ബ്ലാസ്റ്റേഴ്സ് അടിച്ചു കയറ്റിയതെങ്കിൽ തിരികെ 15 ഗോളുകളെ നോർത്ത് ഈസ്റ്റിന് അടിക്കാൻ പറ്റിയിട്ടുള്ളൂ. ഇത് കഴിഞ്ഞ കഥ. ഇനി ഈ കളിയുമായിട്ട് റിലവൻ്റ് ആയിട്ടുള്ള ചില കീ സ്റ്റാറ്റ്സും മൈൽ സ്റ്റോൺസും ഒക്കെ നോക്കാം. നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിൻ്റെ അലൈദിൻ അജാരിയ മികച്ച രൂപത്തിൽ അദ്ദേഹം കളിക്കുന്നുണ്ട്. അദ്ദേഹം ഇപ്പോൾ ISLൽ ആദ്യ 2 മത്സരങ്ങളിലും ഗോൾ അടിച്ചിട്ടുണ്ട്. സോ 2 ഗോളുകളും 1 അസിസ്റ്റുമാണ് അദ്ദേഹത്തിൻ്റെ പേരിൽ ഇപ്പോഴുള്ളത്. ഇന്നത്തെ മത്സരത്തിൽ അദ്ദേഹം ഗോൾ അടിക്കുകയാണെങ്കിൽ he become only the second player to score in each of their first 3 ISL matches following Elano, who did so in 6 consecutive games. സോ എലാനോയുടെ ഒരു റെക്കോർഡിനൊപ്പം എത്താൻ അദ്ദേഹത്തിന് പറ്റും. ഒരു റെക്കോർഡ് എന്ന് പറഞ്ഞാൽ മറ്റാരും ഇങ്ങനെ തുടർച്ചയായി 3 കളികളിൽ എലാനോ അല്ലാതെ മറ്റാരും ഇങ്ങനെ നേടിയിട്ടില്ല എന്നുള്ളതാണ്. ആദ്യത്തെ മത്സരങ്ങളിൽ തുടർച്ചയായിട്ട് ഗോളടിക്കുക, 3 മത്സരങ്ങളിൽ ഗോളടിക്കുക. എലാനോ പക്ഷേ അത് 3-ൽ നിർത്തിയില്ല. എലാനോ 6 കൺസിക്യൂട്ടീവ് ഗെയിമുകളിൽ ഗോളടിച്ചിരുന്നു എന്ന കാര്യം കൂടി ശ്രദ്ധിക്കുക. സോ അതൊരു പ്രധാനപ്പെട്ട മൈൽ സ്റ്റോൺ ആണ്. അലൈദിൻ അജാരിക്ക് അതിലേക്ക് എത്താൻ പറ്റുമോ എന്നുള്ളത് കണ്ടറിയണം. ദെൻ എത്തുക എന്ന് പറഞ്ഞാൽ ബ്ലാസ്റ്റേഴ്സ് നേരെ ഗോളടിക്കുക എന്നാണ്. അത് സംഭവിക്കാതിരിക്കട്ടെ എന്നാണ് ബ്ലാസ്റ്റേഴ്സ് ആരാധകർ ആഗ്രഹിക്കുന്നത്. ആ റെക്കോർഡിലേക്കുള്ള പോക്ക് അവിടെ തടയണം. മറ്റൊന്ന് പാർത്ഥിബ് ഗൊഗോയുടെ കാര്യമാണ്. 13 ഗോൾ കോൺട്രിബ്യൂഷൻസാണ് അദ്ദേഹം ഇപ്പോൾ നേടിയിട്ടുള്ളത്. എന്ന് പറഞ്ഞാൽ 2 ഗോൾ കോൺട്രിബ്യൂഷൻസ് കൂടി അദ്ദേഹം നേടിക്കഴിഞ്ഞാൽ ബാർത്തലോമിയോ ഒഗ്ബച്ചയെ അദ്ദേഹത്തിന് മറികടന്നുകൊണ്ട് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിന് വേണ്ടി ഏറ്റവും അധികം ഗോൾ കോൺട്രിബ്യൂഷൻസ് നടത്തിയിട്ടുള്ള താരങ്ങളുടെ ലിസ്റ്റിൽ 2ാം സ്ഥാനത്തേക്ക് എത്താൻ പറ്റും. ഒന്നാമതുള്ളത് ഫെഡറിക്കോ ഗയേഗോയാണ്, 20 ഗോൾ കോൺട്രിബ്യൂഷൻസ്. ഓഗ്ബച്ചയുടെ പേരിൽ 14 ഗോൾ കോൺട്രിബ്യൂഷൻസാണ്. പാർത്ഥിബ് ഗൊഗോയ്ക്ക് 13 2 കൂടി അദ്ദേഹം നേടിക്കഴിഞ്ഞാൽ മറികടക്കാൻ പറ്റും ഓഗ്ബച്ചയെ. ഗോളോ അസിസ്റ്റോ ഇന്നത്തെ കളിയിൽ അദ്ദേഹം കുറിക്കുമോ കാത്തിരുന്ന് കാണണം. മറ്റൊന്ന് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ താരം സന്ദീപ് സിംഗിൻ്റെ കാര്യമാണ്. അദ്ദേഹത്തിൻ്റെ ടാക്കിളുകളിൽ 90.5% സക്സസ് റേറ്റ് ഉണ്ട് ഈ ഒരു സീസണിൽ. അതായത് ISLൻ്റെ 2024 ഈ ഒരു സീസൺ എന്നല്ല, ഈ വർഷം 2024 ഇപ്പോൾ കഴിഞ്ഞ സീസണിലെ അവസാനത്തെ കുറച്ച് കളികളും ഈ സീസണിൽ ഇപ്പോഴുള്ള കളികളും എല്ലാം കൂടി ചേർത്താൽ 90.5% അദ്ദേഹത്തിൻ്റെ ടാക്കിളുകളുടെ സക്സസ് റേറ്റ്. അത് ജോയിൻ്റ് ഹയസ്റ്റ് ആണ്. എനി പ്ലെയർ ഹൂ ഹാസ് അറ്റംപ്റ്റഡ് മിനിമം 20 ടാക്കിൾസ് അലോങ് സൈഡ് ടെക്ഷം സിംഗ്. എന്തായാലും ടെക്ഷം സിംഗിനൊപ്പം 20 ടാക്കിളുകളെങ്കിലും മിനിമം അറ്റൻഡ് ചെയ്തിട്ടുള്ളവരിൽ ഏറ്റവും അധികം ടാക്കിളുകളുടെ സക്സസ് റേറ്റിൽ 1ാം സ്ഥാനത്ത് ഇപ്പോൾ നിൽക്കുകയാണ് സന്ദീപ് സിംഗ്, 2024 കണക്ക്. ദെൻ കേരള ബ്ലാസ്റ്റേഴ്സ് FCയുടെ നോഹ് സദോയി 22 ഷോട്ടുകൾ, 25 ഷോട്ടുകൾ അദ്ദേഹം 2024 തുടക്കം മുതൽ അടിച്ചിട്ടുണ്ട്. അത് ഹയസ്റ്റ് സച്ച് ടാലി ഫോർ എനി പ്ലെയർ ഇൻ ദി ഗിവൻ ടൈം പീരീഡ്. ഈ ഒരു 2024 തുടക്കം മുതലുള്ള കണക്കെടുത്തു കഴിഞ്ഞാൽ ഇത്രയധികം ഷോട്ടുകൾ ISLൽ മറ്റാരും എടുത്തിട്ടില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. സോ ഇന്നും അദ്ദേഹത്തിൻ്റെ ബൂട്ടുകളിൽ നിന്ന് കിടിലൻ ഷോട്ടുകൾ നമ്മൾ പ്രതീക്ഷിക്കുകയാണ്. ഷോട്ടുകൾ മാത്രമല്ല, ആ ഷോട്ടുകൾ വലയിലേക്ക് പറന്നിറങ്ങുകയും ചെയ്യട്ടെ. എന്തായാലും കളിക്ക് മുന്നോടിയായിട്ട് ഇത്തരത്തിലുള്ള ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സ്റ്റാറ്റിസ്റ്റിക്സ് കൂടി അറിഞ്ഞിരുന്നാൽ നമുക്ക് കളി കാണാൻ കൂടുതൽ താല്പര്യം വരും. എന്തായാലും നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിൻ്റെ ഭാഗത്ത് അലൈദിൻ അജാരിയുടെ ഗോൾ പിറക്കുമോ? അങ്ങനെ പിറന്നാൽ അതൊരു മൈൽ സ്റ്റോൺ ആവും. പാർത്ഥിബ് ഗൊഗോയ്ക്ക് 2 ഗോൾ കോൺട്രിബ്യൂഷൻസ് നേടാൻ പറ്റുമോ? അങ്ങനെയെങ്കിൽ ഓഗ്ബച്ചയെ മറികടക്കാൻ പറ്റും. ബ്ലാസ്റ്റേഴ്സിൻ്റെ ഭാഗത്ത് സന്ദീപിൻ്റെ ടാക്കിളുകൾ വീണ്ടും കിടിലൻ രൂപത്തിലാവട്ടെ. നോഹ് സദോയുടെ ബൂട്ടിൽ നിന്ന് ഗോളുകൾ പിറക്കുന്ന തരത്തിലുള്ള കിടിലൻ ഷോട്ടുകൾ പിറക്കട്ടെ. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സിൻ്റെ എത്താം.